മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ആയുർവേദത്തെക്കുറിച്ച് നമ്മളിൽ പലർക്കും വ്യത്യസ്തമായ ധാരണകളാണുള്ളത്. ഈ ധാരണകളിൽ ചിലത് പോസിറ്റീവാണ്, ചിലത് വളരെ പോസിറ്റീവാണ്, ചിലത് നെഗറ്റീവാണ്. എന്നാൽ ആർക്കും ആയുർവേദത്തെക്കുറിച്ച് വളരെ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളില്ല. നമ്മൾ ആയുർവേദം എന്ന ഔഷധ കൂട്ടുകൾ, ഔഷധ പ്രയോഗങ്ങൾ, ചികിത്സാ സമ്പ്രദായങ്ങൾ എല്ലാം ജീവിതത്തിൽ പകർത്തുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ആയുർവേദം ആരോഗ്യശാസ്ത്രമാണ്, രോഗശാസ്ത്രമല്ല. രോഗത്തെ ഇല്ലാതെയാക്കാൻ, രോഗത്തെ ചികിത്സിക്കുന്നതിന് പകരം രോഗിയെ ചികിത്സിക്കാനാണ് ആയുർവേദം നിർദ്ദേശിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ ശരീരത്തിലുള്ള ഏത് രോഗാണുക്കളെയും, ശരീരത്തിൻ്റെ ഏത് അബ്നോർമൽ ഫങ്ഷനിങ്ങും ഇല്ലാതെയാക്കാൻ പുറത്തുനിന്ന് എന്തെങ്കിലും രോഗത്തിനെ തടയാൻ വേണ്ടി കൊടുക്കുന്നതിന് പകരം രോഗിയുടെ ആരോഗ്യമുണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാം. രോഗിയുടെ സിസ്റ്റത്തെ പെർഫെക്റ്റ് ആക്കാം. രോഗിയുടെ സിസ്റ്റത്തെ പെർഫെക്റ്റ് ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി രോഗമില്ലാതെയാക്കാൻ ശരീരത്തിന് സാധിക്കും. അങ്ങനെയുള്ളൊരു സമ്പ്രദായമാണ് യഥാർത്ഥത്തിൽ ആയുർവേദത്തിൻ്റെത്. ഇന്ന് ആധുനിക ശാസ്ത്രം അനുശാസിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായമുണ്ട്. അതായത് ഇന്ന് ആധുനിക ശാസ്ത്രത്തിൽ ഡ്രഗ് ഓറിയന്റഡ് പേഷ്യൻസ് ആണ്, DP. ഏത് അസുഖത്തിനും മെഡിക്കൽ ഷോപ്പിൽ ലഭിക്കുന്നതായിട്ടുള്ള ഏതെങ്കിലും ഒരു മരുന്ന് കൊടുത്തിട്ട് ചികിത്സിക്കുക എന്നുള്ളതാണ് ഡ്രഗ് ഓറിയന്റഡ് പേഷ്യന്റ്. പേഷ്യന്റ് ആരും ആയിക്കൊള്ളട്ടെ, ഒരേ അസുഖത്തിന് ഒരേ മരുന്നായിരിക്കും കൊടുക്കാം. അത് 5 വയസ്സായിട്ടുള്ള കുട്ടിക്കും 10 വയസ്സായിട്ടുള്ള കുട്ടിക്കും, പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീക്കും വൃദ്ധനും അതേ മരുന്ന്, ഡോസ് ചിലപ്പോൾ മാറിയെന്ന് വരും. പക്ഷേ ആയുർവേദം യഥാർത്ഥത്തിൽ ഉത്ഭവിച്ചത് തന്നെ പേഷ്യന്റ് ഓറിയന്റഡ് ഡ്രഗ് ആയിട്ടാണ്. POD ആയിട്ടാണ്. പേഷ്യന്റ് ഓറിയന്റഡ് ഡ്രഗ്, POD. മറ്റേത് DOP ആണ്, ഡ്രഗ് ഓറിയന്റഡ് പേഷ്യന്റ്. നമ്മൾ പണ്ടത്തെ കാലത്ത് ഈ പച്ചമരുന്ന് കടയിൽ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആയുർവേദ വൈദ്യന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു കുറിപ്പ് തരും. ആ കുറിപ്പിൽ പല 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 കോമ്പോണന്റുകളും ചേർത്ത് ഇടിച്ചു പൊളിച്ച് അതിനെ കഷായമാക്കി മാറ്റി 2 ഇടങ്ങഴിയെ കാലിടങ്ങഴിയാക്കി കുറച്ച് അത് രാവിലെയും വൈകുന്നേരവും കഴിക്കാൻ പറയും. അപ്പോൾ രോഗിയുടെ ശരീരഘടന, പ്രായം, മറ്റ് അസുഖങ്ങൾ, രോഗിയുടെ ശാരീരികാവസ്ഥ എല്ലാം കണക്കിലെടുത്തിട്ടാണ് ഈ കോമ്പോണന്റുകൾ എഴുതുക. പേരൊന്ന് തന്നെയായിരിക്കും, ദശമൂലാരിഷ്ടം തന്നെയായിരിക്കും പേര്, അല്ലെങ്കിൽ കഷായം, പടവലാതി കഷായം എന്നായിരിക്കും പേര്, അല്ലെങ്കിൽ ചവനപ്രാശം തന്നെയായിരിക്കും പേര്. പക്ഷെ കോമ്പോണന്റുകൾ വ്യത്യാസം ഉണ്ടായിരിക്കും. കാരണം ആ രോഗിയുടെ ശരീരത്തിന് യോജിക്കുന്ന വിധത്തിലുള്ള കോമ്പോണന്റുകൾ എഴുതി കൊടുത്ത് വീട്ടിലുണ്ടാക്കിയിട്ടാണ് അത് കഴിച്ചിരുന്നത്. ഇന്നും ധാരാളം പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കോയമ്പത്തൂരിലേക്ക് പോകുന്ന വഴിക്ക് എട്ടിമട എന്ന് പറയുന്ന സ്ഥലത്ത് വൈദ്യഗ്രാമം എന്ന ഒരു നല്ല ആയുർവേദ, ട്രഡീഷണലി ആയുർവേദ ചികിത്സിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഡോക്ടർ രാംകുമാറിന്റെ നേതൃത്വത്തിലുള്ളതാണ്. അവിടെ ഒറിജിനൽ ആയുർവേദമാണ്, ഒറിജിനൽ ആയുർവേദം, എല്ലാ കാര്യത്തിലും ഒറിജിനലാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളും ഇന്നുണ്ടെന്ന് പറയാൻ വേണ്ടി അവിടുത്തെ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ അവിടെ പോയിട്ട് വളരെയധികം ദിവസം ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്ക് പേഷ്യന്റ് ഓറിയന്റഡ് ഡ്രഗാണ് ആയുർവേദത്തിൽ. ഇന്ന് അത് കുറേ മാറിയിരിക്കുന്നു. മാറാതെ നിവൃത്തിയുമില്ല. എത്രയോ അധികം കസ്റ്റമേഴ്സും ക്ലയൻസും രോഗികളും വരുമ്പോൾ ഓരോരുത്തർക്കും അവനവന് ഈ പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുത്തിട്ട് മരുന്നുണ്ടാക്കി കഴിക്കാൻ പറഞ്ഞാൽ ആരും തയ്യാറാവില്ല. അതുകൊണ്ട് 5-6 വലിയ കമ്പനികൾ, കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസി, കോട്ടക്കൽ ആര്യവൈദ്യ ഫാർമസി, വൈദ്യരത്നം, ആയുർവേദ വൈദ്യശാല, ഔഷധി, നാഗാർജുന തുടങ്ങിയ കുറേ കമ്പനികൾ ധാരാളമായിട്ട് ഈ മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ മരുന്നുകളെല്ലാം
ഹൈ ഡോസ് പ്രിസർവേറ്റീവ് ഇട്ട് ഉണ്ടാക്കുന്നതാണ്. ഈ മരുന്നുകളെല്ലാം തന്നെ അതിന് വേണ്ടതായിട്ടുള്ള കോമ്പോണന്റുകളുടെ അളവിൽ ഇടാൻ സാധിക്കില്ല. അത്രയ്ക്കും കടുക്ക, അത്രയ്ക്കും അമൃത്, അത്രയ്ക്കും കോമ്പോണന്റുകൾ ഭാരതത്തിൽ ഉണ്ടാക്കണില്ല. അപ്പോ ഒരു ചൊല്ലുണ്ട് മലയാളത്തിൽ, കണ്ടകാരി അതില്ലെങ്കിൽ ചുണ്ട വേര് അങ്ങ് ചേർക്കണം, ചുണ്ട വേര് അതില്ലെങ്കിൽ കണ്ട വേര് അങ്ങ് ചേർക്കണം എന്ന് കളിയാക്കിക്കൊണ്ട് പറയാണ്. കണ്ടകാരി എന്ന ചെടിയുടെ വേരാണ് ചേർക്കേണ്ടത്, അത് ലഭ്യമല്ല, അത് പ്രൊഡക്ഷൻ തന്നെ കുറച്ചേ ഉള്ളൂ. അപ്പൊ എന്താ ചെയ്യാ? സബ്സ്റ്റിറ്റ്യൂട്ട് ചേർക്കും. സബ്സ്റ്റിറ്റ്യൂട്ടിന് ഒറിജിനൽ ആയിട്ടുള്ള റൂട്ടിന്റെ യാതൊരു മൂല്യവും ഇല്ല. ഇപ്പൊ കണ്ടകാരി അത് ഇല്ലെങ്കിൽ ചുണ്ട വേര് ചേർക്കണം. ആ ചുണ്ടവേര് ചേർക്കാൻ എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഉണ്ടാന്ന 2 അക്ഷരം രണ്ടിലും ഉണ്ട്. ചുണ്ടവേരും കിട്ടാനില്ല എന്ന് വിചാരിക്കാം. ചുണ്ടങ്ങ എവിടെയാണുള്ളത്? അതും കിട്ടാനില്ല. അപ്പൊ കണ്ട വേരങ്ങ് ചേർക്കണം, ഏതെങ്കിലും വേര് ചേർക്കാം. ഇത് ആയുർവേദത്തിൽ ഇന്ന് സർവ്വസാധാരണമാണ്. ഇത്രയും ഞാൻ നിങ്ങളോട് പറയാൻ കാരണം, ആയുർവേദത്തെക്കുറിച്ച് ഒറിജിനൽ ആയുർവേദം, പ്യുവർ ആയുർവേദം എന്നൊക്കെ പറഞ്ഞ് അഡ്വർടൈസ്മെന്റ് വരുന്നത് എല്ലാം ഭാഗികമായിട്ടാണെങ്കിലും പറ്റിക്കലാണ്. അതുകൊണ്ട് ആയുർവേദമല്ലേ വലിയ പ്രോബ്ലം ഇല്ല എന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാലോ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിലോ തെറ്റാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആയുർവേദ മരുന്ന് കഴിക്കാം, അത് നല്ല കമ്പനികളുടെ കഴിക്കാം. ഞാൻ CSIR-ൽ സീനിയർ സയന്റിസ്റ്റായിട്ട് വർക്ക് ചെയ്തിരുന്ന കാലത്ത് ഒരു 8 വർഷം ഒരു പ്രോജക്റ്റ് ചെയ്തിരുന്നു. കേരളത്തിലെ ആയുർവേദ മരുന്ന് ഉൽപാദകരുടെ ആയുർവേദത്തിന്റെ മരുന്നിന്റെ ക്വാളിറ്റി അനലൈസ് ചെയ്തുകൊണ്ട് എനിക്ക് കാണാൻ സാധിച്ചു, 1 or 2 ആയുർവേദ മരുന്ന് ഉൽപാദകരുടെ പ്രോഡക്റ്റുകൾ മാത്രമാണ് സ്റ്റാൻഡേർഡ് പാലിക്കുന്നത്. മറ്റൊന്നിലും സ്റ്റാൻഡേർഡ് ഇല്ല. 58 ഡ്രഗുകളാണ് സ്റ്റാൻഡേർഡൈസ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയത്. അത് പിന്നെ കേരള ഗവൺമെന്റും DME, ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനും പറഞ്ഞു, ഇത് പുറത്തേക്ക് വിടണ്ട, പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ പൂഴ്ത്തിവെക്കുക ചെയ്തത്. ഞാൻ കൊടുത്ത റിസൾട്ട്. അപ്പൊ ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം, ഈ ആയുർവേദമാണ്, അത് കാരണം ഒരു സൈഡ് ഇഫക്റ്റും ഉണ്ടാവില്ല എന്ന് ധരിച്ച് വേണ്ടതിനും വേണ്ടാത്തതിനും ആയുർവേദം കഴിക്കുക, വേണ്ടതിനും വേണ്ടാത്തതിനും ചവനപ്രാശം കഴിക്കുക, വേണ്ടതിനും വേണ്ടാത്തതിനും പല നെയ്യുകൾ കഴിക്കുക, അല്ലെങ്കിൽ ദശമൂലാരിഷ്ടം കഴിക്കുക. ഇതിന്റെ ആവശ്യമില്ല. അത് നമ്മളുടെ ശരീരത്തിൽ അബ്നോർമാലിറ്റികൾ ഉണ്ടെങ്കിൽ, വാത, പിത്ത, കഫം, ഈ 3 എണ്ണത്തിന്റെ ബാലൻസിങ് ശരിയായില്ലെങ്കിൽ, ബാലൻസിങ് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഡ്രഗുകൾ. ബാലൻസ്ഡ് ആയിരിക്കുന്ന ഒരാൾക്ക് ബാലൻസിങ് എന്തിനാ ശരിയാക്കുന്നത്? എൻ്റെ ശരീരത്തിന് അസുഖമൊന്നും ഇല്ലെന്ന് വിചാരിക്കുക. ആ അസുഖമൊന്നും ഇല്ലാതെ ഞാൻ വെറുതെ ഈ കുറച്ച് ദശമൂലാരിഷ്ടം ഫ്രീ ആയിട്ട് കിട്ടി, ഞാനത് കഴിക്കുകയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് കഴിക്കുകയാണെങ്കിൽ, ബാലൻസ്ഡ് ആയിട്ടുള്ള ഒന്നിന് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ചേർത്താൽ എന്താ സംഭവിക്കുക? Whenever the system in equilibrium is disturbed, the system will adjust itself in such a way that effect of the disturbance will be nullified. അത് ഡേഞ്ചറസാ. അത് കാരണം ആയുർവേദത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ഗുളിക കഴിച്ചാലും ശരി, ലേഹ്യം കഴിച്ചാലും ശരി, കഷായം കഴിച്ചാലും ശരി, അല്ലെങ്കിൽ അരിഷ്ടം കഴിക്കുകയാണെങ്കിലും ശരി, നമ്മളുടെ ശരീരത്തിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കഴിക്കാം. പിന്നെ വേറെ കുറെ കാര്യങ്ങളുണ്ട്. ആയുർവേദത്തിൽ വിവരിക്കാത്ത കുറേ രോഗങ്ങൾ ഇന്നുണ്ട്. ആ രോഗങ്ങൾ പലപ്പോഴും ആയുർവേദ മരുന്ന് കൊണ്ട് ഭേദമാകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ആയുർവേദ മരുന്നുകൾ കൊണ്ട് എല്ലാ അസുഖങ്ങളും ഭേദമാകുമെന്ന് ധരിക്കുന്നതിന് പകരം നമ്മളുടെ ശരീരത്തിന് രോഗം വരാതിരിക്കാൻ പാകത്തിന് ആരോഗ്യം നിലനിർത്താൻ ശ്രമിക്കാം. അപ്പോൾ ഒരിക്കലും വീടിന്റെ ഫൗണ്ടേഷൻ പെർഫെക്റ്റ് ആണെങ്കിൽ മുകളിലേക്ക് കെട്ടുന്ന നിലകളിൽ പ്രോബ്ലം ഉണ്ടാവില്ല. ഫൗണ്ടേഷൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പം നല്ല ആരോഗ്യം നിലനിർത്താൻ പാകത്തിനുള്ള ഭക്ഷണം കഴിക്കാം. നല്ല ആരോഗ്യം നിലനിർത്താൻ പാകത്തിന് ശരീരത്തിന് താൽക്കാലിക സുഖവും ശാശ്വതമായ ദുഃഖവും ഉണ്ടാക്കുന്ന ഭക്ഷ്യവിഭവങ്ങളും ലഹരി പദാർത്ഥങ്ങളും ഒഴിവാക്കാം. അത് കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ ആയുർവേദം കുറെ കൂടി വർക്ക് ചെയ്യും. ആയുർവേദം വർക്ക് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ശരീരഘടന ഉണ്ടെങ്കിൽ ആയുർവേദം വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ആയുർവേദം വർക്ക് ചെയ്യില്ല. അതുപോലെയാണ് നമ്മൾ എന്നും ശ്രദ്ധിക്കാനുള്ളത്. നമ്മളുടെ ശരീരത്തെക്കുറിച്ച് ഭഗവത്ഗീതയിൽ പറയുന്നത്, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ
ഈ ശരീരം ഒരു ക്ഷേത്രമാണ്, ഒരു അമ്പലമാണ്. അത് ധന്യമായിട്ട് നിലനിർത്തേണ്ട ആവശ്യകത നമുക്കാണ്. അമ്പലത്തിനകത്തേക്ക് കള്ളും അമ്പലത്തിനകത്തേക്ക് ഇറച്ചിയും അമ്പലത്തിനകത്തേക്ക് ലഹരി പദാർത്ഥങ്ങളും അമ്പലത്തിനകത്തേക്ക് വൃത്തികെട്ട ഭക്ഷണങ്ങളും അമ്പലത്തിനകത്തേക്ക് വൃത്തികെട്ട ശരീരവുമായിട്ട് പോയാൽ അമ്പലത്തിൽ പുണ്യാഹം തെളിക്കണം എന്ന് പറയും. ആ അമ്പലത്തിൽ പുണ്യാഹം തെളിക്കുന്നതിന് പറയുന്നതിന് ഒരു വലിയ അർത്ഥമുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുക. ശരീരത്തിൽ പുണ്യാഹം പുറത്ത് തെളിച്ചുകൊണ്ട് പ്രയോജനമില്ല, അകത്തേക്ക് എടുക്കേണ്ടി വരും. അത് വെള്ളത്തിന്റെ പുണ്യാഹമല്ല, ഈ മരുന്നിനെ കോമ്പൻസേറ്റ് ചെയ്യാവുന്ന വേറൊരു മരുന്നായിരിക്കും കഴിക്കേണ്ടി വരിക. അത് പിന്നീട് റിസ്ക് ആയിരിക്കും. അപ്പൊ നമ്മൾ ആയുർവേദം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ശരീരം ആയുർവേദത്തെ സ്വീകരിക്കാൻ പാകത്തിന് യോഗ്യതയുള്ളതാക്കണം. പിന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, ആയുർവേദം ശരീരത്തിന്റെ ആരോഗ്യത്തെ വർദ്ധിപ്പിച്ച് രോഗമില്ലാതെയാക്കുകയാണ്. അപ്പൊ ഈ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കാൻ ടേൺ കീ പ്രോജക്റ്റ് ഒന്നുമില്ല. ഒരു ബട്ടൺ അമർത്തിയാൽ ആരോഗ്യം നോർമലായി, ബട്ടൺ വീണ്ടും അമർത്തിയാൽ ആരോഗ്യം കുറെ കാലം നിൽക്കും, പിന്നെ തിരിച്ചു വരും. ഇത് റെയിൽവേ എഞ്ചിൻ മാതിരി ആരോഗ്യം ഉണ്ടാക്കാൻ സാധിക്കില്ല. നല്ല രീതിയിൽ വളരെ ഭംഗിയായിട്ട് ആരോഗ്യം ഉണ്ടാക്കാനുള്ള സംവിധാനം ഹിതാഹാരം മിതായാസം. നല്ല ആഹാരം, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി കഴിക്കണം. നല്ല എക്സർസൈസ്, വ്യായാമം, യോഗ, അതും കറക്റ്റ് ടൈമിൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് ചെയ്യണം. എങ്കിലേ ആരോഗ്യം ഉണ്ടാവുള്ളൂ. ആ ആരോഗ്യത്തെ നിലനിർത്താനാണ് ആരോഗ്യശാസ്ത്രം എന്ന അർത്ഥത്തിൽ തന്നെ ആയുർവേദം. ആയുസ്സിന്റെ വേദമാണ് ആയുർവേദം, രോഗത്തിന്റെ വേദമല്ല, ആയുസ്സിന്റെ വേദമാണ്. ഇന്നലെ ഒരാൾ ചോദിക്കുകയുണ്ടായി, ഒരു ആയുർവേദ ആചാര്യൻ, ഒരു സ്വാമി ഉണ്ട് ഒറ്റപ്പാലത്തിനടുത്ത്. അദ്ദേഹം ഈ പുഴുങ്ങിയ വെജിറ്റബിളും പച്ച വെജിറ്റബിളും കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അത് ചരകസംഹിതയിലും പറഞ്ഞിട്ടുണ്ടെന്ന്. സാറെന്താ അങ്ങനെ കഴിക്കണം എന്ന് പറഞ്ഞത്? ചരകസംഹിതയിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ ഈ സ്വാമിയോ ഈ ആചാര്യനോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഏത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നല്ല ക്വാളിറ്റി വെജിറ്റബിൾ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കഴിയുന്നതും തൊലി കളഞ്ഞ് പകുതി വേവിക്കുകയോ മുക്കാൽ ഭാഗം വേവിക്കുകയോ ചെയ്തിട്ട് അതിൽ അല്പം കുരുമുളകോ ഇതേ മാതിരിയുള്ളത് ഇട്ട് വയറ് നിറയ്ക്കാന്ന് വെച്ചാൽ വയറ് നിറച്ച് കഴിക്കാൻ അർത്ഥത്തിലല്ല, വയറ് ഫില്ല് ചെയ്തിട്ട് അർത്ഥത്തിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഒന്ന് ശരീരത്തിൽ അക്യൂമുലേറ്റ് ചെയ്തിരിക്കുന്ന അഡിപ്പോസ് ടിഷ്യൂവിലെ ഫാറ്റ് ഡീകമ്പോസ് ചെയ്തത് ഉപയോഗിക്കും. ശരീരം വണ്ണം കുറയും. ശരീരം വണ്ണം കുറയലാണ് ഇന്ന് പലരുടെയും ആവശ്യം. അതിൻ്റെ അർത്ഥം ഭക്ഷണം കഴിക്കാതെ സ്ലിമ്മായിട്ട് 40 കിലോ ഭാരം ഉണ്ടാവണം എന്നല്ല അർത്ഥം. അങ്ങനെ കുറെ പെൺകുട്ടികൾ ഇപ്പൊ നടക്കുന്നുണ്ട്, ഒന്നും കഴിക്കാതെ സ്ലിമ്മാവുക, അവസാനം ഹൈപ്പർ അസിഡിറ്റിയും ഗ്യാസും വന്ന് ആ കുട്ടികളുടെ ജീവിത നരകതുല്യവും. അങ്ങനെ ചെയ്യണം എന്നുള്ളവർക്ക് പോലും വേവിച്ച വെജിറ്റബിൾ, പകുതിയോ മുക്കാലോ വേവിച്ച വെജിറ്റബിൾ, കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളകോ, അതിന് ടേസ്റ്റ് വരുന്ന ഏത് വേണമെങ്കിലും ഇടാം. അത് ചെയ്യാൻ സാധിക്കും, ഉറപ്പാണ്. ഞാനത് പറയുന്നു. മറ്റുള്ളവരെന്ത് പറയുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ കാര്യത്തിൽ എനിക്ക് ഇതുണ്ട്. വീണ്ടും ഞാൻ ആയുർവേദത്തിലേക്ക് വരാം. ആയുർവേദത്തിൽ ട്രഡീഷണലി ചികിത്സിക്കുന്ന നല്ല ഡോക്ടർമാരുണ്ട്. ഇപ്പൊ ആയുർവേദം എടുക്കുന്ന കുറെ അധികം വിദ്യാർത്ഥികൾ MBBS മറ്റൊന്നും കിട്ടാതെ ഗതിയില്ലാതെ ആയുർവേദം എടുക്കുകയാണ്. അതുകൊണ്ട് ഓർമ്മിക്കാനുള്ളത്, ഈ മോഡേൺ ആയിട്ടുള്ള ആയുർവേദ വൈദ്യന്മാരില്, ആയുർവേദ ഡോക്ടർമാരില് കുറച്ചു പേർക്ക് ആയുർവേദത്തിന്റെ സ്പിരിറ്റ് ഉള്ളൂ. ധാരാളം വ്യക്തികൾ ആയുർവേദത്തോടൊപ്പം മോഡേൺ മരുന്ന് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ആയുർവേദത്തിന്റെ വിശ്വാസ്യതയെ ഇല്ലാതെയാക്കുന്നു എന്ന് മാത്രമല്ല, രോഗം മാറുന്നത് ആയുർവേദം കൊണ്ടാണെന്ന് തെറ്റിദ്ധാരണയും ഉണ്ടാക്കുന്നു. അത് മോഡേൺ മരുന്ന് കൊണ്ടുണ്ടാക്കുന്നതാണ്. പിന്നെ ഏറ്റവും വലിയ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, എല്ലാവിധ ചികിത്സയും ഫെയിലാവുമ്പോഴാണ് പലരും ആയുർവേദത്തിലേക്ക് പോകുന്നത്. അപ്പോ ചാൻസ് ഓഫ് സർവൈവിങ് വളരെ കുറയും. പലതിലും പരാജയപ്പെട്ടതിന് ശേഷമാണ് പോകുന്നത്. അതും ശ്രദ്ധിക്കുക. ആയുർവേദം എന്ന് പറയുന്നത് ഈവൻ മറ്റു മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ പോലും ആയുർവേദ ചികിത്സയിലൂടെ ശ്രദ്ധയോടുകൂടി പോവുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ ആയുർവേദത്തിനുള്ള വേറെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ന് ആയുർവേദം 2 തരത്തിൽ മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന്, ഒരു കമ്പനി ഉണ്ടാക്കുന്നത് ആയുർവേദ മരുന്നുകളുടെ എക്സ്ട്രാക്ട് ഉപയോഗിച്ചിട്ടാണ്. മറ്റ് കമ്പനികൾ ഉണ്ടാക്കുന്നത് ആയുർവേദത്തിലെ ഔഷധികൾ ഉപയോഗിച്ചാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കടുക്കയുടെ എക്സ്ട്രാക്ട് ഉപയോഗിച്ച് ഒരു മരുന്ന് ഉണ്ടാക്കുന്നതും
കടുക്ക തന്നെ ഉപയോഗിച്ച് മരുന്നുണ്ടാക്കുന്നത് തമ്മിൽ അജഗജാന്തരമുണ്ട്, വളരെ വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഏത് കമ്പനിയാണ് എക്സ്ട്രാക്ട് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത്, ഏത് കമ്പനിയാണ് ഒറിജിനലായിട്ട് ഉണ്ടാക്കുന്നത് എന്നറിയാം. പക്ഷെ അത് വിവരിക്കാൻ സാധിക്കില്ല. വിവരിച്ചാൽ സ്വാഭാവികമായിട്ട് ആ കമ്പനിയിൽ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നല്ല കമ്പനിയിൽ നിന്ന് നല്ല മരുന്ന് ഏതാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമ്മൾ കഴിക്കാൻ ശ്രമിക്കണം. പിന്നെ വേറൊരു പ്രത്യേകത കൂടിയുള്ളത്, ആയുർവേദത്തിനൊരു പഥ്യമുണ്ട്. അത് നല്ല പഥ്യങ്ങളാണ്. നല്ല ശരീരത്തിനെ ഈ മരുന്ന് ഇഫക്റ്റീവ് ആക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യിക്കലാണ് പഥ്യം എന്ന് പറയുന്നത്. അപ്പം ആ പഥ്യമില്ലാതെ നമ്മൾ ശരീരത്തിൽ ആയുർവേദ മരുന്ന് കഴിച്ചാൽ ചിലപ്പോൾ വർക്ക് ചെയ്യില്ല. ഇത്രയും ഞാൻ പറഞ്ഞത് നിങ്ങൾ ആയുർവേദം ഫോളോ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പലപ്പോഴും ആയുർവേദം വർക്ക് ചെയ്യാതിരിക്കാൻ കാരണം ആയുർവേദത്തിന് വേണ്ടതായ കണ്ടീഷൻസ് നമ്മൾ പാലിക്കാറില്ല. ആയുർവേദത്തിന് വേണ്ടതായ കണ്ടീഷൻസ് പാലിച്ചാലേ യഥാർത്ഥത്തിൽ ആയുർവേദം ശരീരത്തിൽ ബാധിക്കുള്ളൂ. പിന്നെ ആയുർവേദത്തെ കുറിച്ച് ധാരാളം അഡ്വർടൈസ്മെന്റ് വരുന്നുണ്ട്. ആയുർവേദ മരുന്നുകൾ ചേർത്ത സോപ്പ്, ആയുർവേദ മരുന്നുകൾ ചേർത്ത ഹെയർ ഓയിൽ, ആയുർവേദ മരുന്നുകൾ ചേർത്ത ഫേസ് ഓയിൻമെന്റ്. ഇതിൽ ഓർമ്മിക്കാനുള്ളത്, ആയുർവേദ സോപ്പ് എന്നൊരു സോപ്പില്ല, അത് ശരീരത്തിനെ ബാധിക്കുകയുമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ശരീരത്തിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു റേഷ്യോ ഉണ്ട്, HLB റേഷ്യോ എന്ന് പറയും. ഹൈഡ്രോഫോബിക് ലിപ്പോഫോബിക് റേഷ്യോ എന്നാ പറയാം. നമ്മുടെ ശരീരത്തിൽ ഈ സോപ്പ് ഏതെങ്കിലും തരത്തിൽ എഫക്റ്റ് ചെയ്യണമെങ്കിൽ കുറേ നേരം ആ സോപ്പ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവണം. അത് നിങ്ങൾക്കറിയാവുന്നതാണ്. ഒരു ഓയിൻമെന്റ് ശരീരത്തിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, ഇവിടെ ഒരു മുറിവുണ്ടെന്ന് വിചാരിക്കാം, ഞാൻ ഓയിൻമെന്റ് പുരട്ടി ഉടനെ തന്നെ കഴുകി കളഞ്ഞു എന്ന് വിചാരിക്കാം, പിന്നെ എന്ത് എഫക്റ്റ് അവിടെ ഉണ്ടാവുന്നത്? അപ്പൊ യഥാർത്ഥത്തിൽ ആയുർവേദത്തിലെ സോപ്പ് നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്യണമെങ്കിൽ ഇവരെ അഡ്വർടൈസ്മെന്റിലൂടെ പറയുന്ന എന്തെങ്കിലും എഫക്റ്റ് ആയുർവേദ സോപ്പുകൾക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സോപ്പും ഞങ്ങളുടെ MSCയുടെ പഠനത്തിന്റെ ഭാഗമാണ്. അപ്പോ ആ ആയുർവേദ സോപ്പിന്റെ എഫക്റ്റ് അവർ പറയുന്നത് കിട്ടണമെങ്കിൽ, അവർ പറയുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരിക്കലും അത് ശരിയാവാൻ സാധ്യതയുമില്ല. എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഈ വെള്ളം ശരീരത്തിൽ ഒഴിച്ച് എന്നിട്ട് സോപ്പ് തേക്കുക. സോപ്പ് തേച്ച് ആ സോപ്പ് ശരീരത്തിൽ ഡ്രൈ ആവുന്നത് വരെ നിൽക്കുക. അതെങ്ങനെയാ നിൽക്കുക? ആദ്യം തന്നെ നമ്മൾ പ്രാഥമിക കൃത്യങ്ങൾ രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്ന, പല്ല് തേച്ച് നാക്ക് പിടിച്ച് ഷേവ് ചെയ്തൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതിനു മുമ്പ് തന്നെ ഈ സോപ്പ് തേക്കുക. അപ്പോ ബാക്കിയുള്ള പ്രാഥമിക കൃത്യങ്ങളും പല്ല് തേക്കലും നാക്ക് പിടിക്കലും അതെല്ലാം കഴിഞ്ഞു വരുമ്പോഴത്തേക്കും ഈ തേച്ച സോപ്പ് ശരീരത്തിൽ ഡ്രൈ ആയിട്ട് കുറേ നേരമെങ്കിലും നിൽക്കും. അങ്ങനെ വല്ല എഫക്റ്റും കിട്ടിയാലായി എന്നല്ലാതെ നിങ്ങൾ ഏത് സോപ്പ് തേച്ച് 1, 2, 3, 5 സെക്കൻഡ് ഈ വെള്ളമുള്ള ത്വക്കോട് കൂടിയ ശരീരത്തിൽ സോപ്പ് തേച്ച് കുളിച്ചാലും ആ സോപ്പിൽ ഇവരെ അഡ്വർടൈസ്മെന്റിലൂടെ പറയുന്ന യാതൊരു എഫക്റ്റും കിട്ടില്ല, അത് ഉറപ്പാ. 2, ചില ആയുർവേദ എണ്ണകൾ അല്ലെങ്കിൽ പ്യുവർ വെളിച്ചെണ്ണ, അത് തലമുടിക്ക് വളരെ നല്ലതാണ്. പ്യുവർ വെളിച്ചെണ്ണ തലമുടിക്ക് നല്ലതാണെന്ന് ലോകത്തിൽ ആരും തെളിയിച്ചിട്ടില്ല. ഈ അഡ്വർടൈസ്മെന്റിൽ വരുന്ന സ്ത്രീകൾ പോലും ആ എണ്ണ അല്ല തേക്കുന്നത്. അവര് വെറുതെ നിങ്ങളെ അഡ്വർടൈസ്മെന്റിലൂടെ പറ്റിക്കാനായിട്ടാണ് വരുന്നത്. നീലവൃങ്കാതി എണ്ണ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള കയ്യുണ്യം എവിടെയാ കിട്ടാനുള്ളത്? ഒരു തരി കയ്യുണ്യം പോലും ഇപ്പൊ കിട്ടാനില്ല. അപ്പൊ കുറേ അധികം തലമുടിക്കും പിന്നെ മുഖത്തെ ചൈതന്യത്തിനൊക്കെ വേണ്ടിയിട്ട് തനി ആയുർവേദം എന്ന് പറഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇതിൽ എത്രയോ കോമ്പൗണ്ടിനകത്ത് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ട്. ഈ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ തന്നെ കുറേയധികം ഡീകമ്പോസ് ചെയ്തിട്ടുണ്ടാവും. ആ ഹൈഡ്രജൻ പെറോക്സൈഡ് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ H2O2 will give H2O+O ഓക്സിജൻ. അത് നെയ്സന്റ് ഓക്സിജനാണ്. ആ നെയ്സന്റ് ഓക്സിജൻ ത്വക്കിനെ ബ്ലീച്ച് ചെയ്യും, കുറേശ്ശെ ബ്ലീച്ച് ചെയ്യും. ക്ലോറിൻ ഉപയോഗിച്ച് ബ്ലീച്ച് ചെയ്താൽ പിന്നെ ജീവിതത്തിൽ ബ്ലീച്ച് ചെയ്യേണ്ടി വരില്ല. ഓക്സിജൻ ഉപയോഗിച്ച് ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല, വെളുത്ത കളർ വരും കുറച്ചു കാലത്തേക്ക്. പിന്നെ വേറെ എന്തൊക്കെയായാലും ചേർക്കണമെന്നുള്ളതിനെ കുറിച്ച് ഒരു പിടുത്തമില്ല. അടുത്ത കാലത്ത് ഒരാള്
പറയേണ്ടായി, സാറേ ഒരു ഹെയർ ഡൈ ഉണ്ട്, ബാർബർ പറയാം, ഹെയർ ഡൈ ഉണ്ട്, നല്ലതാ, അത് പ്യുവർലി നാച്ചുറലും ആയുർവേദിക്കുമാണ്. പ്യുവർലി നാച്ചുറലും ആയുർവേദിക്കുമായിട്ടുള്ള ഹെയർ ഡൈ ഇല്ല. ആ ഹെയർ ഡൈയില് ഒന്നുകിൽ ബേരിയം ഓക്സൈഡ്, ബേരിയം കാർബണേറ്റ്, അല്ലെങ്കിൽ ബിസ്മത്ത് കാർബണേറ്റ് ഉണ്ടാവണം. അപ്പൊ എന്താ ഇവർ ചെയ്യുന്നത്? വളരെ സിമ്പിളാ, കുറച്ച് മൈലാഞ്ചി പൊടിച്ച് ബാക്കി മുഴുവൻ ഈ കെമിക്കൽ ഇടും. മൈലാഞ്ചി എന്ന് പറയുന്ന ആയുർവേദത്തിന്റെ ഒരു കോമ്പോണന്റ് ആണ്. പക്ഷെ അത് തലമുടിക്ക് ഉപയോഗിക്കാൻ ആരും പറഞ്ഞിട്ടില്ല. ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവരവരുടെ ഇഷ്ടം. പക്ഷെ ആയുർവേദത്തിന്റെ ചില തുളസിയോ എന്തെങ്കിലും ഇട്ട് ബാക്കി മുഴുവനും കെമിക്കൽ ഇട്ടിട്ട് അത് ആയുർവേദമാണെന്ന് പറഞ്ഞ് വിൽക്കുന്നവരാണ് അഡ്വർടൈസ്മെന്റിലെ 90%. അപ്പൊ ശ്രദ്ധിക്കാനുള്ളത്, ആയുർവേദം ഭാരതത്തിന്റെ പൈതൃകവും, ആയുർവേദം സൈഡ് ഇഫക്റ്റ് ഇല്ലാത്തതും, ആയുർവേദം എല്ലാത്തിനും നല്ലതും, ആയുർവേദം പതുക്കെ രോഗം ഭേദമാക്കുള്ളൂ എങ്കിലും ശരീരത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നതുമാണ് എന്ന ധാരണ മാറ്റുക. ഏത് മരുന്നും ആവശ്യമില്ലെങ്കിൽ പ്രോബ്ലം ഉണ്ടാക്കുന്നതാണ്. ഏത് മരുന്നും ആവശ്യമില്ലാത്തതാണെങ്കിൽ ശരീരത്തിന് വേണ്ട. നല്ല ഭക്ഷണം കഴിക്കുക, നല്ല രീതിയിൽ ആരോഗ്യത്തോടുകൂടി ഇരിക്കാൻ സാധിക്കട്ടെ. ഇനിയും ഇതേ വിഷയത്തെക്കുറിച്ച് നമ്മൾ കുറച്ചും കൂടി വിവരിക്കുന്നുണ്ടാവും. പ്രണാമം, നമസ്കാരം.